ഹലോ ഫ്രണ്ട്സ്, PSC എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇനി വരുന്ന എക്സാമുകളാണ് പ്രധാനമായിട്ടും പോലീസ് കോൺസ്റ്റബിളിൻ്റെതും ASMൻ്റെതും അല്ലേ. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഈ +2 ലെവൽ പിന്നെ ASMന് വരുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടൊക്കെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ബയോളജിയിലെ ജീവശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട മേഖലകളാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സാമുകൾക്ക് എന്ത് ചെയ്യണം, നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റണം. സയൻസിൻ്റെ ഭാഗത്തുനിന്ന് ഏകദേശം മൊത്തത്തിൽ 13 മാർക്ക് 11 മാർക്കോളം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജീവശാസ്ത്രത്തിനകത്ത് പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യങ്ങൾ മൊത്തം നമുക്ക് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പ്രധാനമായിട്ടും നമുക്കിപ്പോൾ ആദ്യം നോക്കുന്നത് രോഗങ്ങളാണ്. അൾഷിമേഴ്സ് എന്ന് പറയുന്ന രോഗം പ്രധാനമായിട്ട് എന്താണ്? അൾഷിമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്ന ഒരു തരം രോഗമാണ് അല്ലേ. മസ്തിഷ്കത്തിനെ ബാധിക്കുന്നത്. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ് അല്ലേ. ന്യൂറോണുകൾ നശിച്ചു പോകുന്ന അവസ്ഥയാണ് അൾഷിമേഴ്സ് എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് കൊണ്ട് ന്യൂറോണുകൾ എന്ത് ചെയ്യുന്നു? നശിക്കുന്ന അവസ്ഥയാണ് അൾഷിമേഴ്സ് എന്ന് പറയുന്നത്. അൾഷിമേഴ്സ് എന്തെന്നറിയപ്പെടുന്നു? സ്മൃതി നാശരോഗമെന്ന് അറിയപ്പെടുന്നു. ഓക്കെ അല്ലേ? സ്മൃതി നാശരോഗമെന്ന് അറിയപ്പെടുന്നു. സ്മൃതി നാശ രോഗം. ഓക്കെ അല്ലേ? അൾഷിമേഴ്സ് രോഗത്തിൻ്റെ കാരണങ്ങളിലൊന്ന് ശരീരത്തിൽ അലുമിനിയത്തിൻ്റെ അധിക സാന്നിധ്യമാണ്. ഓക്കെ അല്ലേ? അലുമിനിയത്തിൻ്റെ അധികമായിട്ടുള്ള സാന്നിധ്യം എന്തിന് കാരണമാകുന്നുണ്ട്? അൾഷിമേഴ്സിന് കാരണമാകുന്നുണ്ട്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കട്ടെ? കേവല ഓർമ്മകൾ പോലും നമുക്ക് എന്ത് ചെയ്യുന്നു? ഇല്ലാതാവുന്നു. ചെറിയ ചെറിയ ഓർമ്മകൾ പോലും അല്ലേ, പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓർമ്മകൾ പോലും എന്ത് ചെയ്യുന്നു? ഇല്ലാതാവുന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. കൂട്ടുകാരെയും ബന്ധുക്കളെയും ഒന്നും തിരിച്ചറിയാൻ കഴിയാതെ വരിക, ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? അൾഷിമേഴ്സ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് പാർക്കിൻസൺസ് ആണ്. പാർക്കിൻസൺസ്. ഇപ്പോൾ അൾഷിമേഴ്സ് മനസ്സിലായല്ലോ. അടുത്തത് പാർക്കിൻസൺസ് ആണ്. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ, ഇപ്പോൾ കഴിഞ്ഞ എക്സാം ഫയറിനൊക്കെ ചോദിച്ചതാണ്. അപ്പോൾ നോക്കിക്കോളെ, മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ. ഓക്കെ അല്ലേ? ഗാംഗ്ലിയോണുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഈ പോയിൻ്റാണ്. ഗാംഗ്ലിയോണുകളുടെ എന്ത് ചെയ്യുന്നു? നാശം മൂലം തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. ഓക്കെ അല്ലേ? ഡോപ്പാമിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് ഓർക്കണേ. അപ്പോൾ മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലം തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം എന്ത് ചെയ്യുന്നു? കുറയുന്നു. പാർക്കിൻസൺസ് രോഗം എന്തെന്നറിയപ്പെടുന്നു? ഷേക്കിംഗ് പാൾസി എന്ന് അറിയപ്പെടുന്നു. പാർക്കിൻസൺസ് രോഗം അറിയപ്പെടുന്നത് എന്തെന്നാണ്? അപ്പോൾ നമ്മുടെ അൾഷിമേഴ്സ് രോഗം എന്തെന്നറിയപ്പെടുന്നത്? സ്മൃതി നാശ രോഗം എന്നാണ് അറിയപ്പെടുന്നത്. പാർക്കിൻസൺസ് രോഗമാണെങ്കിലോ അത് ഷേക്കിംഗ് പാൾസി എന്നാണ് അറിയപ്പെടുന്നത്. പാർക്കിൻസൺസിൻ്റെ ലക്ഷണം എന്തൊക്കെയാണ്? ശരീരത്തുടഞ്ഞ നില എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തിന് വിറയൽ, വായിൽ നിന്ന് ഉമിനീർ ഒഴുകുക, ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അടുത്തത് പറയുന്നത് അപസ്മാരമാണ്. അപസ്മാരം തലച്ചോറിൽ എന്ത് ചെയ്യുന്നു? തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് മൂലം വരുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? അപസ്മാരം. അപസ്മാരത്തിൻ്റെ ലക്ഷണം എന്താണ്? അപസ്മാരത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് അപസ്മാരം തുടരെയുള്ള എന്താണ്? പേശിയുടെ സങ്കോചം മൂലമുള്ള സന്നി, വായിൽ നിന്ന് നുരയും പതയും വരിക, പിന്നെ എന്താണ്? പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി എന്ത് ചെയ്യും? അബോധാവസ്ഥയിലോട്ട് പോകും. അതാണ് എന്തെന്ന് പറയുന്നത്? അപസ്മാരം എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 3 രോഗങ്ങളാണ് നമ്മൾ മസ്തിഷ്കത്തിനെ ബാധിക്കുന്ന 3 രോഗങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ട് നോക്കാനുള്ളത്. ഏതൊക്കെയാണ്? അൾഷിമേഴ്സ് എന്താണ്? സ്മൃതിനാശ രോഗം എന്ന് അറിയപ്പെടുന്നു. അലുമിനിയത്തിൻ്റെ അധികമായ ഡെപ്പോസിഷനാണ് ഇതിന് കാരണം എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലെ നാഡീയ കലകളിൽ ആലയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് വഴി ഉണ്ടാകുന്നു. പാർക്കിൻസൺസ് ആണെങ്കിലോ മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലം തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ എന്താണ്? ഉൽപ്പാദനം കുറയുന്നു. പാർക്കിൻസൺ രോഗം എന്തെന്നറിയപ്പെടുന്നേ? ഷേക്കിംഗ് പാൾസി എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത് പറഞ്ഞത് അപസ്മാരമാണ്. അപസ്മാരം എന്ന് പറഞ്ഞാൽ തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് മൂലം വരുന്ന അവസ്ഥയാണ് അപസ്മാരം എന്ന് പറയുന്നത്.
ഓക്കെ അല്ലേ? ഇത്രയാണ് പ്രധാനമായിട്ടും തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങളിൽ, മസ്തിഷ്കത്തിനെ ബാധിക്കുന്ന രോഗങ്ങളിൽ നോക്കേണ്ടത്. അടുത്ത പ്രധാനമായിട്ടും നമുക്ക് നോക്കണേ രക്തഘടകങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം. രക്തഘടകങ്ങൾ അല്ലേ? അപ്പോൾ WBC, RBC ഇങ്ങനെയുണ്ട് അല്ലേ? നമുക്ക് ആദ്യം RBC കുറിച്ച് പറയാം, എന്നിട്ട് നമുക്ക് WBC കുറിച്ച് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം RBC കുറിച്ച് പറയാം. RBC എന്തെന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്? RBC എന്തെന്നാണ് അറിയപ്പെടുന്നത്? എറിത്രോസൈറ്റ്സ് അല്ലേ? അപ്പോൾ എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? RBC എന്ന് പറയുന്നത്. RBC രക്തത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എറിത്രോസൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ധർമ്മം എന്താണ് RBCയുടെ ധർമ്മം? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ എന്ത് ചെയ്യുന്നു? എന്നിവയുടെ സംവഹനം. എന്തിൻ്റെയൊക്കെയാണ്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ സംവഹനമാണ് ആരുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്? RBCയുടെ ധർമ്മം. റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് RBCയുടെ ധർമ്മം എന്ന് പറയുന്നത് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ സംവഹനം. നിറം എന്താ RBCയുടെ? അത് ചുവപ്പാണ്. ഏകദേശം 45 മുതൽ 60 ലക്ഷം വരെ 45 മുതൽ 60 ലക്ഷം വരെയാണ് എന്തെന്ന് പറയുന്നത് ഇവയുടെ എണ്ണം എന്ന് പറയുന്നത്. ആയുർദൈർഘ്യം എത്രയാണ് RBCയുടെ ആയുർദൈർഘ്യം? 120 ദിവസം അല്ലേ? 120 ദിവസമാണ് RBCയുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? ചുവന്ന അസ്ഥിമജ്ജ അല്ലേ? ബോൺ മാരോ. RBC എവിടെയാണ്? ബോൺ മാരോ എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ഥിമജ്ജ. ഇനി എവിടെ വെച്ചാൽ ഇവർ നശിപ്പിക്കപ്പെടുന്നത്? കരൾ അല്ലെങ്കിൽ പ്ലീഹയിൽ വെച്ച് ഇവരെന്ത് ചെയ്യുന്നു? നശിപ്പിക്കപ്പെടുന്നു. അപ്പോൾ RBC എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട രക്തഘടകമാണ്. RBC എറിത്രോസൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ധർമ്മം എന്താ? ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സംവഹനമാണ്. നിറം ചുവപ്പ് നിറമാണ്. ഇനി 45 മുതൽ 60 ലക്ഷം വരെയാണ് ഇവരുടെ എണ്ണം എന്ന് പറയുന്നത്. എങ്ങനെയാണ്? 1 മില്ലി ലിറ്റർ രക്തത്തിൽ 45 മുതൽ 60 ലക്ഷം വരെ അടങ്ങിയിരിക്കുന്നു. ആയുർദൈർഘ്യം എത്രയാണ്? ആയുർദൈർഘ്യം 120 ദിവസമാണ് ആയുർദൈർഘ്യം. ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ചുവന്ന അസ്ഥിമജ്ജയിൽ വെച്ചിട്ടാണ്. ഇനി നശിപ്പിക്കപ്പെടുന്നതോ? കരൾ അല്ലെങ്കിൽ പ്ലീഹയിൽ വെച്ച് നശിക്കപ്പെടുന്നു. ഓക്കെ അല്ലേ RBC? അടുത്തത് WBC ആണ്. നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പോവാം. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാനുള്ള ടൈമില്ല. അതുകൊണ്ട് നമുക്ക് WBC കുറിച്ച് അടുത്ത് എന്ത് ചെയ്യാം? ലൂക്കോസൈറ്റ്, വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ WBC അറിയപ്പെടുന്നത് എന്താണ്? ലൂക്കോസൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ലൂക്കോസൈറ്റ് എന്നറിയപ്പെടുന്നതാണ്. WBC, RBC എന്താ? എറിത്രോസൈറ്റ് അല്ലേ? അപ്പോൾ WBC എന്നാണ് അറിയപ്പെടുന്നത്? ലൂക്കോസൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. രോഗപ്രതിരോധ ശേഷി നൽകുന്നു. പ്രധാന ധർമ്മം എന്താണ്? രോഗപ്രതിരോധ ശേഷി. രോഗപ്രതിരോധമാണ് പ്രധാനപ്പെട്ട ധർമ്മം. നോക്കടേ, ഈ പിക്ചറിലോട്ട് ശ്രദ്ധിച്ച് നോക്കടേ എല്ലാവരും. നോക്കേ, WBC എത്ര തരത്തിലുണ്ട്? 5 തരത്തിലുണ്ട്. വൈറ്റ് ബ്ലഡ് സെൽസ് എത്രയാണ്? 5 കണ്ടോ? മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ന്യൂട്രോഫില്, ബേസോഫില്, ഈസ്നോഫില്. ഓക്കെ അല്ലേ? മോണോസൈറ്റ് ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ PSC എനർജി ബൂസ്റ്ററിന്റെ ക്ലാസ്സിൽ പ്ലേലിസ്റ്റിലുണ്ട്, എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ മോണോസൈറ്റ്, ഈസ്നോഫില്, ബേസോഫില്, ന്യൂട്രോഫില്, ലിംഫോസൈറ്റ് ആണ് വൈറ്റ് ബ്ലഡ് സെൽസിന്റെ പ്രധാനപ്പെട്ട വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. 5. ഓക്കെ അല്ലേ? അപ്പോൾ ലൂക്കോസൈറ്റ്സ് എന്ന് പറഞ്ഞ പ്രധാന ധർമ്മം എന്താ? രോഗപ്രതിരോധ ശേഷി നൽകുന്നു. നിറമുണ്ടോ ഇവയ്ക്ക് നിറമില്ല. രക്തത്തിൽ എങ്ങനെയാണ്? 1 മില്ലി ലിറ്റർ രക്തത്തിൽ എത്രയാണ് 1 മില്ലി ലിറ്റർ രക്തത്തിലുള്ളത്? 5000 മുതൽ എത്ര വരെയാണ്? 10000 വരെയാണ് ഉള്ളത് കേട്ടോ. 5000 മുതൽ 10000 വരെ. 13 മുതൽ 20 ദിവസം, 15 ദിവസം എന്നൊക്കെയാണ് പറയുന്നത്. 13 മുതൽ 20 ദിവസത്തിനകത്ത് വെച്ച് എന്ത് ചെയ്യും? ഇവർ നശിക്കും. അസ്ഥിമജ്ജയിലെ ലിംഫ് ഗ്രന്ഥിയിൽ, അസ്ഥിമജ്ജ പിന്നെ എവിടെയാണ്? ലിംഫ് ഗ്രന്ഥിയിലാണ് ഇവരെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി പ്ലേറ്റ്ലെറ്റ് അടുത്തതാണ് പ്രധാനപ്പെട്ട് നോക്കേണ്ടത്. ആരെന്ന് പറയുന്നത്? പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് അടുത്തൊരു രക്തഘടകമാണ് എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. ഇനി പ്ലേറ്റ്ലെറ്റിന്റെ പേരെന്താ? എന്താടേ? ത്രോംബോസൈറ്റ്. ഓക്കെ അല്ലേ? ത്രോംബോസൈറ്റ്. അപ്പോൾ ത്രോംബോസൈറ്റ് ഈ പ്ലേറ്റ്ലെറ്റ് എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യുന്നു? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. നിറമുണ്ടോ? നമ്മുടെ പ്ലേറ്റ്ലെറ്റിന് നിറമില്ല. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. 2.5 മുതൽ 3.5 അത് 2.5 മുതൽ 3.5 വരെ ലക്ഷം വരെയാണ് എന്ത് പറയുന്നത് ഇവരുടെ എണ്ണം എന്ന് പറയുന്നത്. പിന്നെ എത്രയാണ് ആയുർദൈർഘ്യം എന്ന് പറയുന്നത്? 10 ദിവസമാണ് ഇവരുടെ ആയുർദൈർഘ്യം. ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജയിലോ അല്ലെങ്കിൽ പ്ലീഹയിലോ ആണ് ഇവരെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പ്രധാനമായിട്ടും നോക്കിയാൽ ആദ്യം നമ്മൾ മസ്തിഷ്കത്തിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് പറഞ്ഞത്. അടുത്ത ഏതാ പറഞ്ഞത്? നമ്മുടെ രക്തത്തിലെ ഘടകങ്ങൾ WBC, RBC, പിന്നെ ഏതാ? പ്ലേറ്റ്ലെറ്റ്. പ്രധാനമായിട്ടും ഇത്രയാണ് പറഞ്ഞത്. ഇനി ഇവരുടെ പ്രധാനമായിട്ട് നിരന്തരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും വലിയ രക്താണു എന്ന് ചോദിച്ചാൽ ഏതാടേ? ഏറ്റവും വലിയ രക്താണു ആണ് ശ്വേതരക്താണു, WBC.
അത് മറക്കല്ല്. ഏറ്റവും വലിയ രക്താണുവാണ് ശ്വേതരക്താണു. ഏറ്റവും വലിയ ശ്വേതരക്താണു എന്ന് ചോദിച്ചാൽ ഏതാണ്? ഏറ്റവും വലിയ WBC. അപ്പോൾ ഏറ്റവും വലിയ രക്താണുവാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ രക്താണുവാണ് ശ്വേതരക്താണു അല്ലെങ്കിൽ WBC. ഏറ്റവും വലിയ ശ്വേതരക്താണു ഏതാ? അത് മോണോസൈറ്റ് ആണ്. മോണോസൈറ്റ്. ഏറ്റവും വലിയ ശ്വേതരക്താണു അല്ലെങ്കിൽ WBC ആണ് മോണോസൈറ്റ്. ഇനി ഏറ്റവും ചെറിയ ശ്വേതരക്താണു, ഏറ്റവും വലുതാണെങ്കിൽ മോണോസൈറ്റ്, ഏറ്റവും ചെറുതാണെങ്കിൽ ലിംഫോസൈറ്റ്. ഏറ്റവും ചെറുതാണെങ്കിലോ ലിംഫോസൈറ്റ്. കൂടുതൽ ആയുർദൈർഘ്യം ഇവർക്ക് ആർക്കാണ്? ലിംഫോസൈറ്റിനാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ളത് ലിംഫോസൈറ്റിനാണ്. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കോ, ബ്ലഡിൽ പ്രധാനമായിട്ടും സാർവത്രിക ദാതാവ് എന്ന് അറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണടേ? അത് O പോസിറ്റീവ് ആണ് കേട്ടോ. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത് O പോസിറ്റീവ് ആണ്. ഓക്കെ അല്ലേ? O ഗ്രൂപ്പാണ് കേട്ടോടെ. സാധാരണ സാർവത്രിക ദാതാവ് എന്ന് അറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O ഗ്രൂപ്പ് എന്നേ പറയാൻ പറ്റൂ. പക്ഷെ നമ്മുടെ PSCയുടെ ഉത്തരപ്രകാരം O പോസിറ്റീവ് ആണ് കേട്ടോ. O പോസിറ്റീവ് ആണ് നമ്മുടെ PSCയുടെ ഉത്തരം. അല്ലെങ്കിൽ സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന ഏതാണ്? O ഗ്രൂപ്പ്. കേട്ടടേ. അപ്പോൾ PSCയുടെ ആൻസർ O പോസിറ്റീവ് എന്നാണ്. ഇനി സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്, സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് അത് AB ഗ്രൂപ്പാണ് കേട്ടോടെ. AB ഗ്രൂപ്പ്. സാർവത്രിക സ്വീകർത്താവ് എന്ന് പറയുന്നത് AB ഗ്രൂപ്പാണ്. ഇനി അടുത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ഏറ്റവും കൂടുതൽ അത് നമ്മുടെ O പോസിറ്റീവ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഏറ്റവും കുറവ് കാണപ്പെടുന്നതോ? ഏറ്റവും കുറവുള്ളത് ഏതാണ്? അത് AB നെഗറ്റീവാണ്. AB നെഗറ്റീവാണ്. ഓക്കെ അല്ലേ? ഇനി വളരെ കുറച്ച് ആൾക്കാരിൽ മാത്രം കാണുന്ന രക്തഗ്രൂപ്പാണ് ഏത്? ബോംബെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേട്ടാ. ഏറ്റവും കുറച്ച് ആൾക്കാരിൽ ഏറ്റവും കുറവ് ആർക്കാണ്? ഏതാണ്? ബോംബെ ബ്ലഡ് ഗ്രൂപ്പാണ്. ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്. ഇനി ബോംബെ ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ബെൻഡെ ആണ്. ബെൻഡെ. ഓക്കെ അല്ലേ? ബെൻഡെയാണ് ഏത് കണ്ടുപിടിച്ചേടെ? അടുത്ത് ബെൻഡെയാണ് നമ്മുടെ ബോംബെ ഗ്രൂപ്പ് കണ്ടുപിടിച്ചത്. ഓക്കെ അല്ലേ? അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ WBC RBCയെ കുറിച്ചൊക്കെ പറഞ്ഞു. RBC WBCയെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാ നമ്മൾ നോക്കിയത്? പ്രധാനപ്പെട്ട ബ്ലഡ് ഗ്രൂപ്പുകളുടെ ഒരു കോൺഫിഗറേഷനാണ് നമ്മൾ നോക്കിയത്. ഓക്കെ അല്ലേ? അടുത്ത് പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ടത് രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം. രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം എത്രയാണടേ? രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 3 മുതൽ 8 മിനിറ്റാണ്. രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 3 മുതൽ 8 മിനിറ്റാണ്. ഓക്കെ അല്ലേ? 8 to 15 മിനിറ്റ് എന്നാണ് SCRT ടെക്സ്റ്റ് പ്രകാരം. ഓക്കെ അല്ലേ? ഇനി പ്ലാസ്മയിലെ പ്രോത്രോംബിൻ എന്ന പ്രോട്ടീനെ കാൽഷ്യം, വിറ്റാമിൻ K എന്നിവയുടെ സാന്നിധ്യത്തിൽ ത്രോംബിനായി മാറ്റുന്നത് ത്രോംബോപ്ലാസ്റ്റിനാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഏതാണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം അത് ഫൈബ്രിനോജൻ ആണ്. ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ഏതാണ്? ഏത് മാംസ്യമാണ്? ഫൈബ്രിനോജൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് ത്രോംബോകൈനേസ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ഏതാണ്? അത് ത്രോംബോകൈനേസ്. ത്രോംബോപ്ലാസ്റ്റിൻ എന്നും അറിയപ്പെടും. രക്തബാങ്കിന്റെ ഉപജ്ഞാതാവ് ആരാണ്? രക്തബാങ്കിന്റെ ഉപജ്ഞാതാവാണ് ചാൾസ് റിച്ചാർഡ് ഡ്രൂ എന്ന് പറയുന്നത്. ചാൾസ് റിച്ചാർഡ്. R for റിച്ചാർഡ് ആണ്. ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ് എന്തെന്ന് പറയുന്നത്? രക്തബാങ്ക്, ബ്ലഡ് ബാങ്ക്. ഓക്കെ അല്ലേ? ബ്ലഡ് ബാങ്കിന്റെ ഉപജ്ഞാതാവാണ് ആരെന്ന് പറയുന്നത്? ചാൾസ് റിച്ചാർഡ് ഡ്രൂ എന്ന് പറയുന്നത്. ആദ്യ രക്തബാങ്ക്, ഫസ്റ്റ് ബ്ലഡ് ബാങ്ക് സ്ഥാപിതമായത് എവിടെയാണ്? അമേരിക്കയിലാണ്. ആദ്യ ബ്ലഡ് ബാങ്ക് സ്ഥാപിതമായത് എവിടെയാണ്? അമേരിക്കയിലാണ്, USA രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് എത്ര ഡിഗ്രിയാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. 4 ഡിഗ്രി സെൽഷ്യസിലാണ് രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്നത്. 4 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ അല്ലേ? 4 ഡിഗ്രി സെൽഷ്യസിൽ. രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകൾ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ അല്ലേ? ഇനി രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഏതാണ്? അതാണ് ഹെപ്പാരിൻ. രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ എന്ന് പറയുന്നത്. രക്തം കട്ട പിടിച്ച ശേഷം ഊറി വരുന്ന ദ്രാവകമാണ് എന്തെന്ന് പറയുന്നത്? സിറം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സിറം എന്ന് പറയുന്നത്.
ഇനി ആതിഥേയന്റെ രക്തം കട്ട പിടിക്കാതിരിക്കുന്നതിന് സഹായകമായ കുളയട്ടകളുടെ ഉമിനീർ ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന ഘടകമാണ് ഇത് നമ്മുടെ ഹെപ്പാരിൻ പോലെ ഹിരുഡിൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് ബ്ലഡിനെ കുറിച്ച് പ്രധാനമായിട്ട് നോക്കാനുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? WBC പറഞ്ഞു, RBC പറഞ്ഞു, പ്ലേറ്റ്ലെറ്റ് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറഞ്ഞത്? പ്രധാനമായിട്ട് ബ്ലഡ് ഗ്രൂപ്പുകളെ കുറിച്ച് പറഞ്ഞു. ബ്ലഡ് ഗ്രൂപ്പുകളെ നോക്കി. അത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ നോക്കിയത്? പ്രധാനപ്പെട്ട രക്തത്തെ കുറിച്ച് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത്. അത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ബ്ലഡ് ബാങ്കിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ്. ഫസ്റ്റ് ബ്ലഡ് ബാങ്ക് വന്നത് എവിടെയാണ്? USA ഹെപ്പാരിനെ കുറിച്ച് അറിയാലോ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. പ്രധാനപ്പെട്ടതാണ്, നോക്കോണേ. ശ്വാസകോശ ധമനി. ശ്വാസകോശ ധമനി എന്താണിടെ? ശ്വാസകോശ ധമനി എന്താണ്? ശ്വാസകോശ ധമനിയുടെ ധർമ്മം എന്ന് പറയുന്നത് രക്തത്തെ ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകുന്നു. എവിടെയാണിടെ? രക്തത്തിനെ എന്താണ്? രക്തത്തിനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? രക്തത്തിനെ ശ്വാസകോശത്തിലേക്ക്. രക്തത്തെ ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ആരെന്ന് പറയുന്നത്? ശ്വാസകോശ ധമനി. രക്തത്തെ ശ്വാസകോശത്തിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്ന രക്തക്കുഴൽ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതണം? ആൻസർ ശ്വാസകോശ ധമനി എന്ന് ആൻസർ ചെയ്യണം. അതിലൊരു മാറ്റവും വരരുത്. രക്തത്തെ ശ്വാസകോശത്തിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്ന രക്തക്കുഴൽ ഏതാണടേ? അത് ശ്വാസകോശ ധമനിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണടേ മഹാധമനി എന്ന് പറയുന്നത്? എന്താണ് മഹാധമനി എന്ന് പറയുന്നത്? മഹാധമനി രക്തത്തെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. രക്തത്തെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തത്തെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കൊഴലാണ് ഏതെന്ന് പറയുന്നത്? മഹാധമനി എന്ന് പറയുന്നത്. രക്തത്തെ ശ്വാസകോശ ധമനി എന്ന് പറഞ്ഞാൽ എന്താ? രക്തം എന്ത് ചെയ്യുന്നു? ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകുന്ന കുഴലാണ് ശ്വാസകോശ ധമനി. ഇനി മഹാധമനി എന്ന് പറഞ്ഞാൽ രക്തം വിവിധ ഭാഗങ്ങളിലോട്ട് കൊണ്ടുപോകുന്ന, അല്ലേ? രക്തം എന്ന് പറയുന്നത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കുഴലാണ് ഏതെന്ന് പറയുന്നത്? മഹാധമനി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് മഹാസിരയെ കുറിച്ചാണ് നോക്കാനുള്ളത്. മഹാസിര ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം കൊണ്ടുവരുന്നതാണ് ആരെന്ന് പറയുന്നത്? വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം കൊണ്ടുവരുന്നു. വിവിധ ഭാഗങ്ങളിൽ നിന്ന്. അപ്പോൾ ശ്വാസകോശ ധമനി രക്തം ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്നു. മഹാധമനി എന്ന് പറയുന്നത് രക്തം വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. മഹാസിര എന്ന് പറയുന്നത് വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം കൊണ്ടുവരുന്നു. ഇനി എന്താണ് ശ്വാസകോശ സിര എന്ന് പറയുന്നത്? ശ്വാസകോശത്തിൽ നിന്നും രക്തം കൊണ്ടുവരുന്നു. ഓക്കെ അല്ലേ? തിരിച്ചുള്ളതാണ് ഇടേ സിര എന്ന് പറയുന്നത്. അപ്പോൾ ശ്വാസകോശത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു? രക്തം കൊണ്ടുവരുന്നു. ശ്വാസകോശത്തിൽ നിന്നും രക്തം കൊണ്ടുവരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ശ്വാസകോശ സിര എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും പ്രധാനമായിട്ട് നോക്കി വെക്കണേ. അടുത്ത് ആദ്യ ഹൃദയം മാറ്റിവെക്കോ ശസ്ത്രക്രിയ, അല്ലേ? ആദ്യ ഹൃദയം മാറ്റിവെക്കോ ശസ്ത്രക്രിയ. നമുക്ക് പ്രധാനമായിട്ടും ഈ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചൊന്ന് നോക്കാം. നമ്മുടെ ലോകം, അല്ലേ? വേൾഡിൽ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ലോകത്ത് ആദ്യമായിട്ട് നടത്തിയത് ആരാണ്? ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡാണ് ലോകത്ത് ആദ്യമായി ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. നടന്ന സ്ഥലം ഗ്രൂഡ്ഷൂർ ഹോസ്പിറ്റൽ, അല്ലേ? ഓക്കെ അല്ലേ? എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണ്. അപ്പോൾ ലോകത്ത് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആദ്യമായിട്ട്? ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡാണ്. ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് എവിടെ ഏത് ഹോസ്പിറ്റലിലാണ്? ഗ്രൂഡ്ഷൂർ ഹോസ്പിറ്റലിലാണ്. ദക്ഷിണാഫ്രിക്കയിലെ ഗ്രൂഡ്ഷൂർ ഹോസ്പിറ്റലിലാണ് നടത്തിയത്. തീയതി എന്നാടെ? 1967 ഡിസംബർ 3 ഓക്കെ അല്ലേ? 1967 ഡിസംബർ 3 ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായിട്ട് ക്രിസ്ത്യൻ ബെർണാഡ് നടത്തിയത്. ഓക്കെ അല്ലേ? ഇനി നോക്കോ, ഇന്ത്യയിൽ ആരാണ് നടത്തിയത്? നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ പി വേണുഗോപാൽ സാറാണ്. ഓക്കെ അല്ലേ? ഡോക്ടർ പി വേണുഗോപാൽ. അദ്ദേഹം ഏത് ഹോസ്പിറ്റലിലാണ് നടത്തിയത്? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ന്യൂഡൽഹി. ഏത് ഹോസ്പിറ്റലാണ്? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്താ? മെഡിക്കൽ സയൻസ്, ന്യൂഡൽഹി. എവിടെയാ? ന്യൂഡൽഹി.
ന്യൂഡൽഹി. ഏത് ഇയറിലാണ് നടത്തിയതടേ? ഏത് ഇയറിലാണ് നടത്തിയത്? 1994 ഓഗസ്റ്റ് 3. ഓക്കെ അല്ലേ? അപ്പോൾ വേൾഡിൽ നോക്കിക്കോ, വേൾഡിൽ ആദ്യം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഗ്രൂഡ്ഷൂർ ഹോസ്പിറ്റലിലാണ് 1967 ഡിസംബർ 3 ക്രിസ്ത്യൻ ബെർണാഡാണ് ചെയ്തത്. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യയിലാണെങ്കിലോ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹിയിൽ ഏത് ഇയറിലാണ്? 1994 ഓഗസ്റ്റ് 3 ആരാ നടത്തിയത്? ഡോക്ടർ പി വേണുഗോപാൽ. ഇനി നോക്കിക്കോടെ, നമ്മുടെ ഈ കേരളത്തിൽ അല്ലേ, നമ്മുടെ കേരളത്തിൽ ആരാ നടത്തിയത്? ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം. അല്ലേ? ഓക്കെ അല്ലേ? ഏത് ഹോസ്പിറ്റലാ? മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. എവിടെയാ? കൊച്ചി. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൊച്ചി. ഏത് ഇയറിലാണ് നടത്തിയത്? 2003 മെയ് 13. ഓക്കെ അല്ലേ? അപ്പോൾ പ്രധാനമായിട്ടും ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് വേൾഡിൽ ആരാ? ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡാണ്. ഗ്രൂഡ്ഷൂർ ഹോസ്പിറ്റൽ ദക്ഷിണാഫ്രിക്ക 1967 ഡിസംബർ 3 നടത്തിയത്. ഇനി ഇന്ത്യയിലാണെങ്കിലോ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹിയിലാണ്. ആരാ നടത്തിയത്? ഡോക്ടർ പി വേണുഗോപാൽ 1994 ഓഗസ്റ്റ് 3. ഇനി നമ്മുടെ കേരളത്തിലാണെങ്കിലോ ജോസ് ചാക്കോ പെരിയപുരം. കേരളത്തിൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൊച്ചിയിലാണ്. ഏത് ഇയറിലാണ്? 2003 മെയ് 13 നടത്തിയത്. ഓക്കെ അല്ലേ? അത്രയും മറക്കാതെ നമുക്ക് ഒന്ന് നാളെ പരീക്ഷയ്ക്ക് പോകും മുന്നേ ഒന്ന് നോക്കിയിട്ട് പോകേണ്ടതാണേ. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇടേ. നോക്കിക്കോ, ആരോഗ്യം എന്താടേ? ഈ ഒരളവ് നിങ്ങളുടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാടേ? ശ്രദ്ധിച്ചു നോക്കി, ഈ ഒരളവ് എവിടെയാണ്? നമ്മുടെ BP അല്ലേ? രക്തസമ്മർദ്ദം. ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ്? 120/80 mmHg ആണ്. ഇമ്പോർട്ടൻ്റ് ആണേ. ഇനി നോക്കൂ, ഹൃദയ പേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം, ECG എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഹൃദയ പേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ? ECG. ഇനി ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ്? നമ്മുടെ രക്തസമ്മർദ്ദം നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ അല്ലേ? ഏതാ? 120/80. തിരിഞ്ഞു പോവല്ലേ? ഇനി എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത? ഇങ്ങനെ വേണം നിങ്ങൾ പഠിക്കാൻ കേട്ടോ. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? സെപ്റ്റംബർ 29 നമ്മുടെ ലോക ഹൃദയ ദിനമാണ് കേട്ടോ. ലോക ഹൃദയ ദിനം. ഇനി നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നതാണ് ആരെന്ന് പറയുന്നത്? രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. ഇനി നോക്കണേ, ഈ അസറ്റാബുലേറിയയുടെ പ്രത്യേകത എന്താണടേ? നമുക്ക് ഉത്തരം അറിയണം, എന്നിട്ട് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കണം. അസറ്റാബുലേറിയയുടെ പ്രത്യേകത എന്താ? അസറ്റാബുലേറിയ ഏറ്റവും വലിയ എന്താ? ഏകകോശ ജീവിയാണ് ആരെന്ന് പറയുന്നത്? അസറ്റാബുലേറിയ. ഏറ്റവും വലിയ ഏകകോശ ജീവി. എന്താണ് മൈക്കോപ്ലാസ്മ? PPLO എന്താ? മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത് എന്താ? മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ജീവനുള്ള കോശം. ജീവനുള്ള കോശമാണ് എന്ന് പറയുന്നത് മൈക്കോപ്ലാസ്മ. ഇനി നോക്കിയേ, ഒട്ടകപ്പക്ഷിയുടെ മുട്ട. ക്വസ്റ്റ്യൻ എന്തായിരിക്കും ഇവിടെ? ഏറ്റവും വലിയ കോശം അല്ലേ? ഏറ്റവും വലിയ ETVM എന്ന് പറയുന്നത് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട, ഏറ്റവും എന്നുള്ളതിന് ഞാൻ ചുരുക്കി എഴുതിക്കുന്നതാണേ. അപ്പോൾ ഏറ്റവും വലിയ കോശമാണ് ഏതെന്ന് പറയുന്നത്? ഒട്ടകപ്പക്ഷിയുടെ മുട്ട. ഇനി അണ്ടത്തിൻ്റെ ക്വസ്റ്റ്യൻ എന്താ? മനുഷ്യരിലെ ഏറ്റവും വലിയ മനുഷ്യരിലെ ഏറ്റവും വലിയ കോശമാണ് എന്ന് പറയുന്നത് അണ്ടം എന്ന് പറയുന്നത്. ബീജകോശമാണെങ്കിലോ? ബീജകോശം എന്ന് പറയുന്നത് പുരുഷന്മാരിലല്ലേ? മനുഷ്യരിലെ ഏറ്റവും ചെറിയ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമാണ് ഏതെന്ന് പറയുന്നത്? ബീജകോശം. ഇനി നാഡീകോശം എന്തായിരിക്കും ഇവിടെ? നീളം അല്ലേ? നീളമേറിയത്. മനുഷ്യരത്തിലെ നീളമേറിയത്. അരുണ രക്താണുക്കളുടെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? മനുഷ്യരത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ RBC, അരുണ രക്താണുക്കൾ. ഓക്കെ അല്ലേ? ഇവരുടെ ആയുസ് എത്രയാണ്? 120 ദിവസമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. നോക്കിക്കോടെ, അത്രയും കാര്യങ്ങളൊന്ന് പെട്ടെന്നൊന്ന് നോക്കിക്കോ. എന്താണടേ?
120/80 mm Hg എന്ന് പറഞ്ഞാൽ എന്താണ്? അത് BP ആണ്. ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ് ഹൃദയ പേശിയിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നതാണ് ECG എന്ന് പറയുന്നത്. രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ്? 120/80 mm Hg ആണ്. സെപ്റ്റംബർ 29 എന്താണ്? ലോക ഹൃദയ ദിനമാണ്. അസറ്റബുലേറിയ ഏറ്റവും വലിയ ഏകകോശ ജീവി. PPLO മൈക്കോപ്ലാസ്മ ഏറ്റവും ചെറിയ ജീവനുള്ള കോശം. ഒട്ടകപ്പക്ഷിയുടെ മുട്ട എന്താ? ഏറ്റവും വലിയ കോശമാണ് ഒട്ടകപ്പക്ഷിയുടെ മുട്ട. അണ്ടം എന്താ? ഹ്യൂമനിലെ മനുഷ്യരിലെ ഏറ്റവും വലിയ കോശം അണ്ടം. മനുഷ്യരിലെ ഏറ്റവും ചെറിയ കോശം ബീജകോശം. മനുഷ്യരത്തിലെ നീളമേറിയ കോശമാണ് നാഡീകോശം. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് RBC എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അത്രയൊക്കെ അല്ലേ? ഇനി നോക്കിക്കോ, ശ്വസനം മറ്റ് ജീവികളിൽ ശ്വസനം നടക്കുന്നതിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കിക്കോട്ടെ, മണ്ണിരയുടെ പ്രധാനപ്പെട്ട ശ്വസന അവയവം എന്താണെന്ന് പറയുന്നത് ത്വക്കാണ്. മണ്ണിരയിൽ ത്വക്ക്. മണ്ണിരയിൽ എന്താ? ത്വക്ക്. മണ്ണിരയുടേതാണ് ത്വക്ക്. പാറ്റയാണെങ്കിലോ പാറ്റയുടേത് ട്രക്കിയാണ്. ട്രക്കിയ മറക്കല്ലേ, പാറ്റ ട്രക്കിയ. ഇനി അമീബ ആണെങ്കിലോ അമീബ, പാരമീസിയം, ക്ലാമിഡോമോണസ് ഇവയുടേതൊക്കെ എന്താണെന്നാണ് പറയുന്നത്? കോശസ്തരത്തിലൂടെയാണ് ഇവരുടെ ശ്വസനം എന്ന് പറയുന്നത്. അപ്പോൾ പാറ്റ എന്താ? ട്രക്കിയ, മണ്ണിര ത്വക്ക്, അമീബ, പാരമീസിയം, ക്ലാമിഡോമോണസ് എന്നൊക്കെ പറയുന്നവയുടെ എന്താണ്? കോശസ്തരം. പുൽച്ചാടി, തേൾ, എട്ടുകാലി ഇവയുടെ ഒക്കെ ആണെങ്കിലോ പുൽച്ചാടി, തേള്, എട്ടുകാലി അവരുടേത് ബുക്ക് ലെങ്സ് ആണ്. ബുക്ക് ലെങ്സ് എന്നാണ്. ബുക്ക് ലെങ്കുകൾ. ഓക്കെ അല്ലേ? പുൽച്ചാടി, തേൾ, എട്ടുകാലിയുടെയൊക്കെ. ഇനി തവളയാണെങ്കിലോ തവളയിൽ ത്വക്ക്, ശ്വാസകോശം, വായ്ക്കുള്ളിലെ ശ്ലേഷ്മസ്തരം. തവളയുടെ 3 തരത്തിലുള്ള ശ്വസനമാണ് നടക്കുന്നത്. തവളയിൽ 3 തരത്തിലുള്ള ശ്വസനമാണ് നടക്കുന്നത്. ത്വക്ക്, ശ്വാസകോശം, വായ്ക്കുള്ളിലെ ശ്ലേഷ്മസ്തരത്തിലൂടെയാണ് നടക്കുന്നത്. ഓക്കെ അല്ലേ? പ്രധാനമായിട്ടും ശ്വസനാവയവങ്ങൾ ഇത്രയേ ഉള്ളൂ നോക്കുന്നത്. ഓക്കെ അല്ലേ? ജീവികളുടേത് നമുക്ക് എല്ലാം നോക്കുന്നതിനുള്ള ടൈമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് നോക്കിപ്പോവാം. ഓക്കെ അല്ലേ? അടുത്ത് നോക്കേണ്ടത് വായിലെ ദഹനോപാധികൾ, ടൈപ്സ് ഓഫ് ടീത്ത്. ഓക്കെ അല്ലേ? ഉളിപ്പല്ല്. ഒന്നാമത്തെ ആളാരാ? ഉളിപ്പല്ല് എത്രയാണോ ഉളിപ്പല്ലുള്ളത്? മുൻവശത്ത് താഴെയും മുകളിലുമായിട്ട്, നമ്മുടെ മുൻവശത്ത് താഴെയും മുകളിലുമായിട്ട് 8 പല്ലുകളാണ് ഇവിടെ ഉള്ളത്. ഉളിപ്പല്ല്. ഓക്കെ, എന്തിനാണ്? കടിച്ച് മുറിക്കാൻ. ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. ഓക്കെ അല്ലേ? അപ്പോൾ ഉളിപ്പല്ല് എന്തിനാണടേ? 8 എണ്ണമാണ് നമുക്ക് മുൻവശത്ത് താഴെയും മുകളിലായിട്ട് 8 എണ്ണമാണ് ഉള്ളത്. കടിച്ചു മുറിക്കാൻ വേണ്ടിയാണ് നമുക്ക് എന്ത് വേണ്ടത്? ഉളിപ്പല്ല്. അടുത്ത നോക്കിക്കോ, കോമ്പല്ല്. അടുത്ത് പറയുന്ന ആളാരാ? കോമ്പല്ല് ഉളിപ്പല്ലുകൾക്ക് സമീപം, ഞാൻ ഇത് പറയുമ്പോൾ തന്നെ സങ്കല്പിച്ചു നോക്കണം. ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയായിട്ട് ഇരുവശത്ത് കാണപ്പെടുന്ന 4 പല്ലുകളാണ് എന്തെന്ന് പറയുന്നത്? 4 പല്ലുകളാണ് കോമ്പല്ലെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആഹാര വസ്തുക്കൾ കടിച്ച് കീറാൻ. അപ്പോൾ കടിച്ച് മുറിക്കാൻ 8 ഉളിപ്പല്ല്, കടിച്ച് കീറാൻ 4 കോമ്പല്ല്. ഇനി എന്താ? അഗ്രചർവണകം കോമ്പലിന്, നമ്മൾ ഈ പറഞ്ഞ കോമ്പലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയായിട്ട് കാണപ്പെടുന്ന 8 പല്ലുകളാണ് എന്തെന്ന് പറയുന്നത്? 8 പല്ലുകൾ. അതാണ്. ഓക്കെ അല്ലേ? ചവച്ചരയ്ക്കാൻ. എന്തിനാണ്? ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആരെ വേണ്ട നമുക്ക്? അഗ്രചർവണകം. ഇനി അഗ്രചർവണകങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായിട്ട് 12 പല്ലുകൾ. ഓക്കെ അല്ലേ? മുകളിലും താഴെയായിട്ട് 12 എണ്ണം കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്? ചർവണകം. അഗ്രചർവണകം 8, ചർവണകം 12. ചവച്ചരയ്ക്കാൻ അല്ലേ? ചവച്ചരയ്ക്കാൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ടായിട്ട് പല്ലിനെ കുറിച്ച് നോക്കാറുള്ളത്. ഉളിപ്പല്ല് 8 എണ്ണം കടിച്ച് മുറിക്കാനായിട്ടാണ്. ഇനി കോമ്പല്ല് 4 കടിച്ച് കീറാൻ, അഗ്രചർവണകം 8 പല്ലുകൾ ചവച്ചരയ്ക്കാൻ, ചർവണകം 12 ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കോടെ, അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആമാശയരസത്തിലെ വിവിധ ഘടകങ്ങളും അവയുടെ ധർമ്മങ്ങളും. ആമാശയരസത്തിലെ വിവിധ ഘടകങ്ങളും അവയുടെ ധർമ്മങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും നോക്കാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോവണ്ട. ഓക്കെ അല്ലേ? ഡൈജസ്റ്റീവ് ജ്യൂസ് അല്ലേ? ആമാശയഗ്രന്ഥികൾ, ആമാശയരസം. ഓക്കെ അല്ലേ? ആമാശയഗ്രന്ഥികൾ, ആമാശയരസം. ശ്ലേഷ്മം. ഒന്നാമത്തത് എന്താണേ? ഒന്നാമത്തത് നമ്മൾ നോക്കുമ്പോൾ ശ്ലേഷ്മമാണ്. ഓക്കെ അല്ലേ? ശ്ലേഷ്മം. ധർമ്മം എന്താ ശ്ലേഷ്മത്തിൻ്റെ? ആമാശയരസത്തിലെ ശ്ലേഷ്മത്തിൻ്റെ പ്രത്യേകത എന്താണേ?
ആമാശയ ഭിത്തിയെ എൻസൈമുകളുടെ പ്രവർത്തനത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ഓക്കെ അല്ലേ? ആമാശയ ഗ്രന്ഥിയെ എൻസൈമുകളുടെ പ്രവർത്തനത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ശ്ലേഷ്മം എന്ന് പറയുന്നത് എൻസൈമുകളെ, ആമാശയ ഭിത്തിയിലെ എൻസൈമുകളുടെ പ്രവർത്തനത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? രക്ഷിക്കുന്നു. പെപ്സിൻ ആണെങ്കിലോടെ പെപ്സിൻ എന്താ ചെയ്യുന്നത്? മാംസ്യത്തെ ഭാഗികമായി ലഘു ഘടകങ്ങളായ പെപ്റ്റോണുകളാക്കി മാറ്റുന്നു. ഓക്കെ അല്ലേ? മാംസ്യത്തിനെ ലഘു ഘടകങ്ങളായ എന്താക്കി മാറ്റുന്നു? പെപ്റ്റോണുകളാക്കി മാറ്റുന്നതാണ് ആരെന്ന് പറയുന്നത്? പെപ്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം മാംസ്യത്തെ ഭാഗികമായി ലഘു ഘടകങ്ങളായ പെപ്റ്റോണുകളാക്കി മാറ്റുന്നു. അതാരാ? പെപ്സിൻ. ഇനി നോക്കിയേ, ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl അതെന്താ ചെയ്യുന്നത്? ഭക്ഷണത്തിലെ അണുക്കളെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് അനുയോജ്യമായ pH എന്ത് ചെയ്യുന്നു? pH ക്രമീകരിക്കുന്നു. അപ്പോൾ നോക്കിക്കോ, ആമാശയഗ്രന്ഥി, ആമാശയരസം, ശ്ലേഷ്മം എന്താ ചെയ്യുന്നത്? എൻസൈമുകളിൽ നിന്ന് രക്ഷിക്കുന്നു ആമാശയ ഭിത്തിയെ. ഇനി പെപ്സിൻ എന്താ ചെയ്യുന്നത്? മാംസ്യത്തെ ഭാഗികമായി ലഘു ഘടകങ്ങളായ പെപ്റ്റോണുകളാക്കി മാറ്റുന്നു. ഭക്ഷണത്തിലെ അണുക്കളെ നശിപ്പിക്കുന്നതും pH നിയന്ത്രിക്കുന്നതും ആരാ? HCl ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. നോക്കൂ, കരൾ എന്താ? കരൾ പിത്തരസം. കരൾ എന്ന് പറയുന്ന ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഏതാ? അത് പിത്തരസമാണ്. ഓക്കെ അല്ലേ? പിത്തരസം ക്ഷാര സ്വഭാവമുള്ളതാക്കി മാറ്റുന്നു. ആരെ? എന്തോന്നാണടെ അത്? ആമാശയത്തിൽ നിന്നും വരുന്ന അമ്ലത്വമുള്ള ഭക്ഷണത്തെ എന്ത് ചെയ്യുന്നു? ക്ഷാര സ്വഭാവമുള്ളതാക്കി മാറ്റുന്നത് ഈ പറയുന്ന പിത്തരസമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ആമാശയ ഗ്രന്ഥി പറഞ്ഞു, അടുത്ത് എന്താണ്? കരൾ പറഞ്ഞു. ഇനി അടുത്ത് നോക്കുമോ, ആഗ്നേയ ഗ്രന്ഥി എന്താ ഉൽപ്പാദിപ്പിക്കുന്നത്? ആഗ്നേയരസമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അറിയാലോ, ആഗ്നേയരസം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? പാങ്ക്രിയാറ്റ്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ ഏതൊക്കെയാണ്? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പാങ്ക്രിയാറ്റിക് അമിലേസ്. നോക്കിക്കോ, ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രസമാണ് ആഗ്നേയരസം. ആഗ്നേയരസത്തിനകത്തുള്ള എൻസൈമുകൾ ഏതൊക്കെയാണ്? പാങ്ക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിൻ, പാങ്ക്രിയാറ്റിക് ലിപ്പേസ്. ഏതൊക്കെയാണ്? പാങ്ക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിൻ, പാങ്ക്രിയാറ്റിക് ലിപ്പേസ്. ഈ 3 എൻസൈമുകളാണ് ആര് ഉൽപ്പാദിപ്പിക്കുന്നത്? ആഗ്നേയരസം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവ എന്താ ചെയ്യുന്നത്? കൊഴുപ്പിനെ ചെറുകണങ്ങളാക്കി എന്ത് ചെയ്യുന്നു? ചെറുകണങ്ങളാക്കാൻ സഹായിക്കുന്നു. അന്നജത്തെ എന്താക്കുന്നു? അന്നജത്തിനെ എന്തോന്നാക്കി മാറ്റുന്നു? അന്നജത്തിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. മാംസ്യത്തെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നു. മാംസ്യത്തിനെ എന്താക്കി മാറ്റുന്നു? പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നു. പിന്നെ എന്താ ചെയ്യുന്നത്? കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നു. കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നു. അപ്പോൾ നോക്കിക്കോ, ഒന്നുകൂടെ ശ്രദ്ധിച്ചോടെ. ആഗ്നേയ ഗ്രന്ഥിയാണ് നമ്മൾ പറഞ്ഞത്. ആഗ്നേയരസമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആഗ്നേയരസത്തിനകത്തുള്ള എൻസൈം ഏതൊക്കെയാണ്? പാങ്ക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിൻ, പാങ്ക്രിയാറ്റിക് ലിപ്പേസ്. ഇതിൽ ഇവരെന്താ ചെയ്യുന്നത്? കൊഴുപ്പിനെ ചെറുകണങ്ങളാക്കാൻ സഹായിക്കുന്നു. അന്നജത്തെ മാൾട്ടോസ് ആക്കുന്നു. പിന്നെ എന്താ? മാംസ്യത്തെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നു. കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നു. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കോ, അപ്പോൾ നമ്മൾ 2 ഗ്രന്ഥികൾ പറഞ്ഞു, 3 പറഞ്ഞു. ഏതൊക്കെയാണ്? ആമാശയ ഗ്രന്ഥി പറഞ്ഞു, പിന്നെ ഏതാ? കരൾ പറഞ്ഞു അല്ലേ? കരൾ പറഞ്ഞു, ആഗ്നേയ ഗ്രന്ഥി പറഞ്ഞു. ഇനി നോക്കിക്കോയുടെ ചെറുകുടലിലെ ഗ്രന്ഥികൾ നോക്കിക്കേ. ആന്ത്രരസം അല്ലെ, ഇൻഡസ്റ്റൈനൽ ജ്യൂസാണ് നിർമ്മിക്കുന്നത്. അവിടെ കാണുന്ന പ്രധാനപ്പെട്ട എൻസൈമുകൾ ഏതൊക്കെയാണ്? പെപ്റ്റൈഡും ഡൈസാക്രൈഡ്സും. ഓക്കെ അല്ലേ? പെപ്റ്റൈഡും ഡൈസാക്രൈഡ്സും ആണ് ഇവിടെ കാണുന്നത്, നമ്മുടെ ഈ പറഞ്ഞ ആന്ത്രരസത്തിനകത്ത് കാണപ്പെടുന്നത്. ഇവരെന്താ ചെയ്യുന്നത്? ഇവർ ചെയ്യുന്നത് എന്ന് പറയുന്നത് പെപ്റ്റൈഡുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. പെപ്റ്റൈഡിനെ എന്താക്കി മാറ്റുന്നു? പെപ്റ്റൈഡിനെ അമിനോ ആസിഡാക്കി മാറ്റുന്നു. പിന്നെ എന്താ? നമ്മൾ ഈ പറഞ്ഞ മാൾട്ടോസിനെയും പെപ്റ്റൈഡിനെ അമിനോ ആസിഡാക്കി മാറ്റുന്നു. പിന്നെ മാൾട്ടോസിനെയും മറ്റ് ഡൈസാക്രൈഡുകളെയും, അതായത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലറ്റോസ് എന്നീ മോണോസാക്രൈഡുകളാക്കി മാറ്റുന്നു. ഓക്കെ, ഡൈസാക്രൈഡുകളെ എന്താക്കി മാറ്റുന്നു? ഡൈസാക്രൈഡിനെ എന്താക്കി മാറ്റുന്നു? മോണോസാക്രൈഡ്സ് ആക്കി മാറ്റുന്നു. ഓക്കെ അല്ലേ? ഡൈസാക്രൈഡുകളെ മോണോസാക്രൈഡുകളാക്കി മാറ്റുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട എന്താണ്? ആമാശയ ഗ്രന്ഥി, ശ്ലേഷ്മം,
എൻസൈമിൽ നിന്ന് എന്ത് ചെയ്യുന്നു, രക്ഷിക്കുന്നു. ആമാശയ ഭിത്തിയെ. പെപ്സിൻ എന്ത് ചെയ്യുന്നു, മാംസ്യത്തിനെ പെപ്റ്റോൺ ആക്കി മാറ്റുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് pH നിയന്ത്രിക്കുന്നു. കരള ഉൽപ്പാദിപ്പിക്കുന്ന രസമാണ് പിത്തരസം. ക്ഷാര സ്വഭാവമുള്ളതാക്കി എന്ത് മാറ്റുന്നു, അടുത്ത് ആ വരുന്ന ഭക്ഷണത്തെ മാറ്റുന്നു. ആഗ്നേയ ഗ്രന്ഥി ആഗ്നേയ രസമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 3 എൻസൈമുകൾ അവിടെ പറയുന്നുണ്ട്. പാങ്ക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിൻ, പാങ്ക്രിയാറ്റിക് ലിപ്പേസ്. അന്നജത്തെ മാൾട്ടോസ് ആക്കുന്നു, മാംസ്യത്തെ പെപ്റ്റൈഡ് ആക്കുന്നു, കൊഴുപ്പിനെ വിഘടിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നു. ഇനി ചെറുകുടലിൽ കാണപ്പെടുന്ന ഗ്രന്ഥികളാണ് ആന്ത്രരസം, പെപ്റ്റൈഡ്, ഡൈസാക്കറൈഡ്സ്. ആന്ത്രരസത്തെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പെപ്റ്റൈഡും ഡൈസാക്കറൈഡും. അവരെന്താ ചെയ്യുന്നത്, പെപ്റ്റൈഡിനെ അമിനോ ആസിഡ് ആക്കി മാറ്റുന്നു, ഡൈസാക്കറൈഡിനെ മോണോസാക്കറൈഡ് ആക്കി മാറ്റുന്നു. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലറ്റോക്സ് എന്നിങ്ങനെ ഇതാക്കിയിട്ട് മാറ്റുന്നു. ഓക്കെ അല്ലേ. അടുത്ത് പറയുന്നത്, അപ്പോൾ ഇതിനകത്ത് ഈ ദഹനരസത്തിനകത്ത് ഇത്രയാണ് നോക്കാനുള്ളത്. ഓക്കെ അല്ലേ. അടുത്ത് നമുക്ക് നോക്കൂ, വേറൊരു ടോപ്പിക്കാണ് ഗ്രന്ഥിയും സ്ഥാനവും. ഓക്കെ അല്ലേ, ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രന്ഥിയും സ്ഥാനവും. നോക്കോടെ, നമ്മുടെ ഹൈപ്പോതലാമസ് ഗ്രന്ഥിയുടെ സ്ഥാനം ഏതാ, സെഫലോണിന് താഴെയായിട്ടാണ് ഹൈപ്പോതലാമസ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. പിറ്റ്യൂട്ടറി ആണെങ്കിലോ മസ്തിഷ്കത്തിലെ ഹൈപ്പോതലാമസിന് താഴെ. ഇനി നോക്കിക്കോ, തൈറോയിഡ് ഗ്രന്ഥി കഴുത്തില് ഇങ്ങനെ ഇതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. സ്തനപേടകത്തിന് തൊട്ട് താഴെ കാണപ്പെടുന്നതാണ് എന്ത്, തൈറോയിഡ് എന്ന് പറയുന്നത്. പാരാതൈറോയിഡ് ഗ്രന്ഥിയാണെങ്കിലോ തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, പാരാതൈറോയിഡ്. നോക്കിക്കോടെ, ശ്വാസകോശങ്ങൾക്കിടയിൽ മാറലിനു പിന്നിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. അപ്പോൾ നോക്കിക്കോ, അത്രയും ഒന്നുകൂടെ നോക്കിക്കോ. ഹൈപ്പോതലാമസ് ഗ്രന്ഥി എവിടെയാ, സെഫലോണിന് താഴെയായിട്ട്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണെങ്കിലോ മസ്തിഷ്കത്തിൽ ഹൈപ്പോതലാമസിന് താഴെ. തൈറോയിഡ് ഗ്രന്ഥിയാണെങ്കിൽ കഴുത്തിൽ അല്ലെങ്കിൽ തൊണ്ടയിൽ സ്വനപേടകത്തിന് തൊട്ട് താഴെ. ഇനി പാരാതൈറോയിഡ് ഗ്രന്ഥിയാണെങ്കിലോ തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. തൈമസ് ആണെങ്കിലോ ശ്വാസകോശങ്ങൾക്കിടയിൽ മാറലിന് പിന്നിലായിട്ട് കാണപ്പെടുന്നു. പാങ്ക്രിയാസ് പക്വാശയത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. പക്വാശയത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇനി സ്ത്രീകളിൽ ഉദരാശയത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഓവറി. ഓക്കെ അല്ലേ. ഇനി പുരുഷന്മാരിൽ ഉദരാശയത്തിന് മുകളിൽ വൃഷണസഞ്ചിയിൽ കാണപ്പെടുന്നതാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. നോക്കിക്കോ, അഡ്രിനൽ ഗ്രന്ഥിയുടെ സ്ഥാനം വൃക്കകൾക്ക് മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്നതാണ് അഡ്രിനൽ ഗ്രന്ഥി. പൈനിയൽ അല്ലെങ്കിൽ പീനൽ ഗ്രന്ഥി മസ്തിഷ്കത്തിന് മധ്യഭാഗത്തായിട്ട് കാണുന്നതാണ് പൈനിയൽ ഗ്രന്ഥി എന്ന് പറയുന്നത്. ഇത് നോക്കൂ, മറ്റ് ശരീരഭാഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ, ഇത് ചോദിച്ചിട്ടുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ, വെരി ഇമ്പോർട്ടൻ്റ്, ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്രലിൻ. ഗ്രലിൻ എന്ന് കാണും, കൺഫ്യൂഷൻ വരരുത്. ഗ്രലിൻ വിശപ്പ് അനുഭവപ്പെടാൻ കാരണമാകുന്നതാണ് എന്ന് പറയുന്നത് ഗ്രലിൻ. എന്നാൽ ഭക്ഷണം ഇല്ലാതെ വരുന്ന സമയത്ത് എന്താണ്, അത് ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഗ്രലിൻ എന്ന് പറയുന്നത്. വിശപ്പ് അനുഭവപ്പെടാൻ കാരണമായ ഹോർമോൺ. ഇനി നോക്കിക്കോ, ഗ്യാസ്ട്രിൻ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്, ഗ്യാസ്ട്രിൻ. നോക്കിക്കോ, ആൻജിയോടെൻസിനോജൻ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഏതെന്ന് പറഞ്ഞാൽ ആൻജിയോടെൻസിനോജൻ. സെക്രീറ്റിൻ, കോളിസിസ്റ്റോകൈനിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് പക്വാശയം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഇനി നോക്കിക്കോടെ, ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ചോദിച്ചിട്ടുണ്ട്. റെനിൻ എൻസൈമും അല്ലെങ്കിൽ എറിത്രോപോയറ്റിൻ എന്ന് പറയുന്ന എൻസൈം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് വൃക്ക എന്ന് പറയുന്നത്. റെനിനും എറിത്രോപോയറ്റിനും. നോക്കിക്കോ, പ്രൊജസ്ട്രോൺ, HCG, HPL എന്നൊക്കെ പറയുന്നത് ആരാ ഉൽപ്പാദിപ്പിക്കുന്നത്, പ്ലാസൻ്റ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. റിലാക്സിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാ, ഗർഭാശയത്തിലാണ്. ഓക്കെ അല്ലേ, റിലാക്സിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഗർഭാശയത്തിലാണ്. ഏട്രിയൽ നാട്രി യൂറൈറ്റിക് ഫാക്ടർ എന്ന് പറയുന്നത് ANF ഹൃദയമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ബ്രെയിൻ നാട്രി യൂററ്റിക് പെപ്റ്റൈഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഏത് ഗ്രന്ഥിയാണ്, ഹൃദയം. ഏത് അവയവത്തിലാണ്, ഹൃദയത്തിലാണ്. ബ്രെയിൻ നാട്രി യൂററ്റിക് പെപ്റ്റൈഡ്. അപ്പോൾ ഇത്രയും ഹോർമോണുകളും അവരുൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങളും എന്ത് ചെയ്യണം, അവയവങ്ങൾ അല്ലെങ്കിൽ ഗ്രന്ഥികളും കൂടെ എന്ത് ചെയ്യണം, നോക്കണം കേട്ടടേ.
ഇനി നോക്കിക്കോടെ, അപരനാമങ്ങൾ. ആദാമിൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഏതാ? അത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പീയൂഷ ഗ്രന്ഥി. നായക ഗ്രന്ഥി പീയൂഷ ഗ്രന്ഥി. നോക്കിക്കോ, വളർച്ചാ ഗ്രന്ഥി എന്നറിയപ്പെടുന്നതാണ് ഏത്? പീയൂഷ ഗ്രന്ഥി. ശൈശവ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ജൈവ ഘടികാരം, ദിനചര്യകളെല്ലാം കൃത്യസമയത്ത് ചെയ്യുന്ന അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ജൈവ ഘടികാരം, പൈനിയൽ ഗ്രന്ഥി. വളർച്ചാ ഹോർമോൺ ഏതാ? എല്ലാവർക്കും അറിയാം, സൊമാറ്റോട്രോപ്പിൻ. അടിയന്തര ഹോർമോൺ ഇമ്പോർട്ടൻ്റ് ആണ്. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ. സർജിക്കൽ ഹോർമോൺ ഏതാ? സർജിക്കൽ നോർ അഡ്രിനാലിൻ. ഈ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ എപ്പിനെഫ്രിൻ എന്നും നോർ എപ്പിനെഫ്രിൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ജുവനൈൽ അല്ലെങ്കിൽ യുവത്വ ഹോർമോൺ ഇമ്പോർട്ടൻറ്റ്. യുവത്വ ഹോർമോൺ ഏതാ? തൈമോസിൻ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ. അത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു. അപരനാമങ്ങൾ: ആദാമിൻ്റെ ആപ്പിൾ എന്താ? തൈറോയ്ഡ് ഗ്രന്ഥി. നായക ഗ്രന്ഥി പീയൂഷ ഗ്രന്ഥി. വളർച്ചാ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പീയൂഷ ഗ്രന്ഥി. ശൈശവ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥി. ജൈവ ഘടികാരം പൈനിയൽ ഗ്രന്ഥി. വളർച്ചാ ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ. അടിയന്തര ഹോർമോൺ അഡ്രിനാലിൻ. സർജിക്കൽ ഹോർമോൺ നോർ അഡ്രിനാലിൻ. ജുവനൈൽ ഹോർമോൺ അല്ലെങ്കിൽ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ. ഓക്കെ അല്ലേ? അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ഇനി നോക്കിക്കോടെ, തോളിലെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കോ, തോളിലെ നമുക്ക് അസ്ഥികളെക്കുറിച്ച് നോക്കാം. ഓക്കെ അല്ലേ? അസ്ഥികളെക്കുറിച്ച് നോക്കാം. അസ്ഥികൾ നോക്കിക്കോ. തോളിലെ അസ്ഥികളാണ് എന്തെന്ന് പറയുന്നത്? തോളിലെ അസ്ഥിയാണ് എന്തെന്ന് പറയുന്നത്? സ്കാപ്പുല. തോളിലെ അസ്ഥിയാണ് സ്കാപ്പുല, ക്ലാവിക്കിൾ എന്നൊക്കെ അറിയപ്പെടുന്നത്. ക്ലാവിക്കിൾ, സ്കാപ്പുല, ക്ലാവിക്കിൾ എന്നൊക്കെ അറിയപ്പെടുന്നത് തോളിലെ അസ്ഥിയാണ്. ഓക്കെ അല്ലേ? ഇനി പ്രധാനപ്പെട്ട അടുത്ത് നോക്കേണ്ടത് നമ്മുടെ തൊണ്ടയിലെ അസ്ഥി ഏതാണ്? തൊണ്ടയിലെ അസ്ഥിയാണ് ഹയോയിഡ്. ഓക്കെ അല്ലേ? തൊണ്ടയിലെ അസ്ഥിയാണ് ഏതെന്ന് പറഞ്ഞാൽ ഹയോയിഡ്. തൊണ്ടയിലെ അസ്ഥിയാണ് ഹയോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി കണങ്കാലിലെ അസ്ഥിയാണ് ഏത്? ടിബിയ ഫിബുല എന്നൊക്കെ പറഞ്ഞ കൈവിരലിലെ അസ്ഥി ഏതാ? കൈവിരൽ, ഫലാഞ്ചസ്. കേട്ടിട്ടില്ലേ? ഫലാഞ്ചസ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കേണ്ടത് പ്രധാനപ്പെട്ട ഇടുപ്പിലെ അസ്ഥിയാണ് എന്ന് പറയുന്നത്. ഇടുപ്പിലെ അസ്ഥി പെൽവിസ്. ഇടുപ്പിലെ അസ്ഥിയാണ് പെൽവിസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പ്രധാനമായിട്ടും തോളിലെ അസ്ഥി ഏതാ? സ്കാപ്പുല അല്ലെങ്കിൽ ക്ലാവിക്കിള്. പിന്നെ തൊണ്ടയിലെയാണ് ഹയോയിഡ്. കൈവിരലിലോ ഫലാഞ്ചസ്. ഇടുപ്പിലുള്ളതാണ് എന്ത് പറയുന്നത്? പെൽവിസ് എന്ന് പറയുന്നത്. ഇനി പ്രധാനമായിട്ട് നമുക്ക് സന്ധികളെ കുറിച്ച് നോക്കാം. ഓക്കെ അല്ലേ? സന്ധി നോയിക്കോ. ഒന്നാമത്തതാണ് ആരെന്ന് പറയുന്നത്? കീലസന്ധി. ഒന്നാമത്തെ സന്ധി ഏതാ? കീലസന്ധി. കീലസന്ധിയുടെ സവിശേഷത എന്താണ്? നാനാവശത്തേക്ക് എന്ത് ചെയ്യുന്നു? തിരിക്കാൻ പറ്റുന്നു അല്ലേ? നോക്കിക്കോ, ശരീരത്തിലെ സ്ഥാനം നട്ടെല്ലിൻ്റെ എന്താണ്? നട്ടെല്ലിന് താഴെ മുകളിലായിട്ട് അല്ലെങ്കിൽ തലയോട് ചേർന്ന് വരുന്ന നട്ടെല്ലിലെ അറ്റ്ലസ് എന്ന് പറയുന്ന ആ ഒരു കശേരു, അറ്റ്ലസിൻ്റെ ആ ഒരു കശേരുവിലാണ് ആര് കാണപ്പെടുന്നത്? കീലസന്ധി കാണപ്പെടുന്നത്. അടുത്ത് പറയുന്നത് വിജാഗിരി സന്ധി. വിജാഗിരി സന്ധി എന്താ? വിജാഗിരി പോലെ ഒരു വശത്തേക്ക് മാത്രം അല്ലേ? ഒരു വശത്തേക്ക് മാത്രം എന്ത് ചെയ്യുന്നു? ചലനം സാധ്യമാക്കുന്നു. ഉദാഹരണം ഏതാ? കൈമുട്ട്, കാൽമുട്ട്. ഈ തലയും നട്ടെല്ലും പറഞ്ഞാൽ ഏതാണ്? തല, നട്ടെല്ല്, അത് കീലസന്ധിയാണേ. ഇനി വിജാഗിരി സന്ധി എന്ന് പറഞ്ഞാൽ ഒരു വശം അല്ലേ? ഒരു വശത്തോട്ട് മാത്രം നിൽക്കുന്ന കൈമുട്ട്, കാൽമുട്ടിലൊക്കെ വരുന്നതാണ് എന്ന് പറയുന്നത് വിജാഗിരി സന്ധി. ഇനി നോക്കിക്കോ, ഗോളരസന്ധി എന്ന് പറഞ്ഞാൽ ഗോളാകൃതിയിലുള്ള അഗ്രഭാഗം കപ്പ് പോലുള്ള കുഴിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. എല്ലാ തലമുള്ള ചലനം ഒരു കുഴിയിലാണ് നിൽക്കുന്നത്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത് കപ്പ് പോലുള്ള ഒരു കുഴിയിലാണ് അല്ലേ? തോൾ വലയം. ഉദാഹരണം എന്താ? തോൾ വലയം. പിന്നെ എന്താ? ഇടുപ്പെല്ല്. ഇതൊക്കെയാണ് ഗോളരസന്ധിക്ക് ഉദാഹരണം എന്ന് പറയുന്നത്. തെന്നി നീങ്ങുന്ന സന്ധി, ഗ്ലൈഡിങ് ജോയിൻറ്റ്, തെന്നി നീങ്ങുന്ന സന്ധി. അടുത്ത സന്ധിയാണ് ഏതെന്ന് പറയുന്നത്? തെന്നി നീങ്ങുന്ന സന്ധി എന്ന് പറയുന്നത്. തെന്നി നീങ്ങുന്ന സന്ധി. രണ്ട് അസ്ഥികളുടെ ഏതാണ്ട് പരന്ന അഗ്രങ്ങൾ തമ്മിൽ തെന്നി നീങ്ങുന്ന തരത്തിലുള്ള സന്ധി. നമുക്കറിയാം തെന്നി നീങ്ങുന്നതെന്ന് തന്നെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് ഏതെന്ന് പറയുന്നത്? കൈക്കുഴ, കാൽക്കുഴ.
ഓക്കെ അല്ലേ? കൈക്കുഴ കാൽക്കുഴ. കൈമുട്ട് കാൽമുട്ട് വരുന്നത് ഏതാണടെ? അത് വിജാഗിരിയാണ്. കൈമുട്ട് കാൽമുട്ട് വരുന്നത് വിജാഗിരിയാണ്. കൈക്കുഴ കാൽക്കുഴ വരുന്നത് തെന്നി നീങ്ങുന്ന സന്ധിയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂ സന്ധിയെക്കുറിച്ച് പ്രധാനമായിട്ട് നോക്കാനുള്ളത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താടേ? നമുക്ക് കുറച്ച് ഒരു രോഗത്തിനെ കുറിച്ച് നോക്കാം. ഏതാണടേ അത്? ചോദിച്ച് കാണുന്നതാണ്, നമുക്ക് നോക്കാം. സിക്കിൾ സെൽ അനീമിയ. അരുണ രക്താണുക്കൾ അരിവാൾ പോലെ അല്ലേ? അരുണ രക്താണുക്കൾ എന്ന് പറഞ്ഞാൽ ആരാണടേ? RBC അരിവാൾ പോലെ അല്ലേ? അരിവാള് RBC പോലെ നീങ്ങുന്നത്. RBC അരിവാൾ പോലെ. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും നോക്കിയിട്ട് പോവുക. ഇനി ഇതിൻ്റെ തുടർന്നുള്ള ക്ലാസ്സുകൾ അടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നല്ലപോലെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു ഫോർ വാച്ചിങ്.